മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് ശോചനീയാവസ്ഥയിൽ. തകർന്നു കിടക്കുന്ന റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി. മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. റോഡിൽ നിരവധി ഇടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ലോക്കൽ പൊതുമക്കളും எஸ்டேட்டில் இருக்க தோட்டம் தொழிலாளி மக்களும் ஆதிவாசி மக்களும் இங்கே ஒரு எமர்ஜென்சி ஃபஸ்ட் எய்டுக்கு வரணும்னா ரொம்ப கஷ்டப்பட்டு வர வேண்டியதாக இருக்குது. ஒரு வண்டியில் இங்கே வரணும்னா 1 மணி நேரத்துக்கு மேலே ஆகுது. இந்த ஹாஸ்பிட்டல் வர்றதுக்கும் ரோடு தகர்ந்து ரொம்ப இதாக இருக்குது. மழை காலத்துலேயும் இந்த வெயில் காலத்துலேயும் நமக்கு വണ്ടിയിൽ വരതൊക്കെ ரொம்ப കഷ്ടமான ഒരു സൂழ்நிலை ഇருக்கு. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട്. ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ തോട്ടത്തൊഴിലാളികളും ആദിവാസികളും അതുപോലെ തന്നെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലത്തുള്ള ഏക ഒരു ആശ്രയമാണ് ഈ ഫസ്റ്റ് റെഫറൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൻ്റെ റോഡ് തന്നെ അതോറിറ്റീസും അതുപോലെ തന്നെ ടാറ്റ ഹൈറേഞ്ച് അല്ലെങ്കിൽ KDHB കമ്പനിയുടെ മേജർ ഇതായിട്ടുള്ളതാണ്. അത് ഇതുവരെയായിട്ട് നന്നാക്കാൻ പറ്റിയിട്ടില്ല. മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട്. ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം. ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.